കുറച്ച് കാലങ്ങളായി നമ്മുടെ ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ നല്ല ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇഫ ചിക്കൻ. കടൽ കടന്ന് വന്ന ചിക്കൻ എന്നൊക്കെയാണ് ഇതിന് ചില ആൾക്കാർ പേരിട്ടത്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ആ ഐറ്റം തന്നെ ഉണ്ടാക്കി കളയാമെന്ന്. ഉണ്ടാക്കാൻ വേണ്ടി വളരെ എളുപ്പമാണ് കേട്ടോ. വീട്ടിൽ വാങ്ങി വെച്ച ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ. അതിന് ലെഗ് പീസോ ബ്രസ്റ്റ് പീസോ അങ്ങനെയൊന്നുമല്ല, ഞാൻ വീട്ടിൽ പൊരിക്കാൻ എടുത്ത് വെച്ച ചിക്കൻ എടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളം നല്ലോണം പോയതിന് ശേഷം അതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വെച്ചിട്ട് എരിവുള്ള മുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയും പിന്നെ 1/2 ടീസ്പൂൺ വെച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും പിന്നെ 1/4 ടീസ്പൂൺ വെച്ച് പെരിഞ്ജീരക പൊടിയും ഗരം മസാലയും ചേർത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ കട്ടത്തൈര് യൂസ് ചെയ്യുന്നുണ്ട്. പുളിയില്ലാത്ത കട്ടത്തൈര് യൂസ് ചെയ്യുക. ഇനി അതിൻ്റെ കൂടെ ഞാനൊരു ടേബിൾ സ്പൂണ് വിനാഗിരിയും കൂടിയും ചേർക്കുന്നുണ്ട്, വൈറ്റ് വിനാഗിരി. നിങ്ങളെ കയ്യിൽ പിന്നെ പുളിയില്ലാത്ത തൈരല്ല, പുളിയുള്ള തൈരാണെങ്കിൽ വിനാഗിരി ചേർക്കണ്ട കേട്ടോ. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തേച്ച് ചിക്കനിൽ എല്ലായിടത്തും നല്ലവണ്ണം തേച്ച് ഞാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാനൊരു 3-4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്രയാണോ സമയം, മിനിമം ഒരു ഹാഫ് ആൻ അവറെങ്കിലും വെക്കണം. എത്രത്തോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നോ അത്രത്തോളം അതിൻ്റെ ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഞാൻ 3-4 മണിക്കൂർ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സോസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 2 മുട്ടൻ്റെ വൈറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3-4 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 സ്ലൈസ് ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളെ കയ്യിൽ ഫ്രഷ് ക്രീം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണ് പാല് ചേർത്തോളൂ കേട്ടോ, നല്ല പാല് ചേർത്തോളൂ കേട്ടോ. ഇതൊക്കെ കൂടി ഞാനൊന്ന് ബ്ലെൻഡാക്കി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടാണ് ഞാൻ ബ്ലെൻഡാക്കി എടുത്തത്. അപ്പോൾ നല്ലോണം ബ്ലെൻഡാക്കി എടുത്തു കഴിഞ്ഞാൽ അത് നല്ല കട്ടിയുള്ള ഒരു ക്രീം കിട്ടും കേട്ടോ. അതൊന്ന് ലൂസാക്കാൻ വേണ്ടി ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സോസ് റെഡിയായി കഴിഞ്ഞിട്ടോ. പിന്നെ ഒരു പാൻ എടുത്ത് അതിലേക്ക് ഇച്ചിരി അല്പം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടിയും അതെല്ലാം കൂടി ചേർത്ത് ബട്ടറൊന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ചിക്കൻ എല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചിക്കൻ ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ ഭാഗം കൂടി നല്ലോണം വേവിക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് ചിക്കൻ വേവിക്കേണ്ട, ഒരു മീഡിയം ലെവലിലിട്ടിട്ട് ചിക്കൻ വേവിച്ചാൽ മതി കേട്ടോ. അങ്ങനെ ചിക്കന് മറച്ചിട്ടിട്ടും ഒരു 10-25 മിനിറ്റ് കൊണ്ട് ഞാൻ ചിക്കൻ മുഴുവൻ വേവിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വെന്തത് അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സോസ് എല്ലാ സ്ഥലത്തും സ്പ്രെഡാക്കി കൊടുക്കുക കേട്ടോ. സോസ് ചിക്കൻ്റെ എല്ലാ ചിക്കൻമേലും നല്ലവണ്ണം സ്പ്രെഡാക്കി കൊടുക്കുക. ഇപ്പം പണി കഴിഞ്ഞു. നമ്മളെ ചിക്കൻ ഇവിടെ റെഡിയായി. ഇഫ ചിക്കൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ ഒരു സോസ് ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെക്കുക, ഒരു 2 മിനിറ്റ് മൂടി വെക്കുക. ഇത് രാത്രി ഡിന്നറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഒക്കെ കഴിക്കാം കേട്ടോ. ചപ്പാത്തിക്കും കുബൂസും എന്തിൻ്റെ കൂടെയും കഴിക്കാം. പിന്നെ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നല്ല അടിപൊളിയാണെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു മീഡിയം ലെവലാണ്. എന്തായാലും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ. ഇതിന് മുന്നേ ആരെങ്കിലും കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും കൂടി ചെയ്തേക്കണേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.